എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോ സൗദി അറേബ്യയിൽ മാറി വരുന്ന ലേബർ നിയമങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ സൗദി അറേബ്യയിൽ ഒത്തിരി മലയാളീസ് കുഞ്ഞു ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്. ചെറിയ സൂപ്പർ മാർക്കറ്റ്, സ്പെയർ പാർട്സ് ഷോപ്പ്, ടെക്സ്റ്റൈൽ ഷോപ്പ്, ചെറിയ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, ദെൻ ഈ കട്ടൺ ഷോപ്പ്, പല ഈവൻ വെജിറ്റബിൾ ഷോപ്പ്, ഫിഷ് ഷോപ്പ്, ഇവയൊക്കെ ചെയ്യാറുണ്ട്. ഇവർ സാധാരണ ചെയ്യുന്നത്, ഈ നടത്തുന്നവർ അവരുടെ ബന്ധത്തിലോ വീട്ടിലുള്ള ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടും, 1-2 പേർ. അപ്പോൾ 2-3 പേർ ചേർന്നുള്ള ഒരു ചെറിയ സംവിധാനമായിരിക്കും. ഇതിന് വേണ്ടി ഒരു ലൈസൻസ് വേണ്ട. ആ ലൈസൻസ് ഒരിക്കലും ഇന്ത്യൻസിന് നേരിട്ട് കിട്ടില്ല. അതൊരു സ്പോൺസർ മൂലമായിരിക്കും കിട്ടുക. ഈ സ്പോൺസർ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു നിശ്ചിത തുക മാസം കൊടുക്കണം. നഷ്ടമായാലും ലാഭമായിരുന്നാലും അദ്ദേഹത്തിൻ്റെ തുക കൊടുത്തു തന്നെ ആകണം. ഇതിൽ ചില സ്പോൺസർമാർ ഒരു മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്യും. ബിസിനസ്സൊക്കെ ഇവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് 1-2 വർഷം നല്ല ഡെവലപ്പായി കഴിഞ്ഞാൽ ആ സ്പോൺസർ അവർ ഷോപ്പ് മൊത്തം അണ്ടർടേക്ക് ചെയ്യും. ഈ ഷോപ്പ് നടത്തിയവരെ അവർ പുറത്ത് എക്സിറ്റ് അടിച്ച് വിടുകയും ചെയ്യും. അവർക്കൊരു പാരിതോഷികമോ ഒന്നും കൊടുക്കില്ല. അതിന് അവർക്കായി ലേബർ കോർട്ടിലൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ലേബർ കോർട്ടിൽ പോകണമെങ്കിൽ ഇദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ബിസിനസ്സുകാർ അവിടെ ഉണ്ടെങ്കിൽ സഹായിക്കത്തുള്ളൂ. ഇത് അവർ അപ്പോൾ തന്നെ അവർ ഡീപ്പോർട്ട് എന്തെങ്കിലും കാരണങ്ങൾ വെച്ച്. എപ്പോഴും അവിടെയുള്ള ഈ സിറ്റിസനാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും മറ്റുള്ള രാജ്യത്തിലുള്ളവർക്കുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഇതിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, സൗദിയിൽ എല്ലാം വന്നിപ്പോൾ സൗദി സ്റ്റേഷൻ നടത്തേണ്ട ഒരു 35% ആൾക്കാർ വരയ്ക്ക് സൗദിയിലുണ്ടാണ്. ഇപ്പോൾ സാധാരണ ഒരു ബക്കാല എന്നൊരു ഷോപ്പ് തുടങ്ങുന്ന ഒരു 35 എന്ന് വെച്ചാൽ അവിടെ ഒരു സൗദി വയ്ക്കണം. ഒരു സൗദിക്ക് ശമ്പളം കൊടുത്തൊരു സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അതിൽ അവർക്ക് നല്ല എമൗണ്ട് കൊടുക്കണം. അത് അവിടെ ഉള്ള ഒരു സൗദി നാഷണാലിറ്റീസിന് കൊടുക്കേണ്ട ശമ്പളം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ 3 പേർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും അവിടെ വെച്ച്. അതോ പ്രായോഗികമല്ല. ഇപ്പോൾ ഈ ആരോഗ്യരംഗത്തും ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അവർ ഈ ഫാർമസിസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള പല പോസ്റ്റിലും സൗദീസിനെ മാത്രമേ അപ്പോയിൻമെൻറ്റ് ചെയ്യാവുന്നൊരു പുതിയ റെഗുലേഷൻസൊക്കെ വന്നിരിക്കുന്നു. അതുകൊണ്ട് സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങൾ അത്ര നാൾ കഴിയുന്ന കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, നിങ്ങൾക്കത് ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ തിരിച്ചു വരണം. എന്നാൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് നാട്ടിൽ വരിക. നാട്ടിൽ വന്നാൽ ഒരിക്കലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് ഒരിക്കലും അത് ഇൻവെസ്റ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ബിസിനസ്സിൽ ഇറങ്ങി തിരിക്കരുത്. ആ ബിസിനസ്സിൻ്റെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 6 മാസം വരെയെങ്കിലും അതിനെപ്പറ്റി പഠിക്കുക. പറ്റിയാൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നോർമൽ ലേബറായിട്ടെങ്കിലും അവിടെ ജോയിൻ ചെയ്ത് അതിൻ്റെ എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒന്നിന് ഒരു തുടക്കം കുറിക്കുക. കഴിയുന്നതും ഇവിടെ നാട്ടിൽ വന്നാൽ കഷ്ടപ്പെട്ട നല്ല പറമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സെയിൽ ഔട്ട് ചെയ്ത് ആ എമൗണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പലരും നിങ്ങളൊക്കെ ഉപദേശിക്കും. നല്ല ബിസിനസ്സാണ്, തുണിക്കച്ചവടം ചെയ്യാം, ഹാർഡ്വെയർ ചെയ്യാം, പലതും ചെയ്യാം. പക്ഷേ ഇവിടുത്തെ സാഹചര്യം കംപ്ലീറ്റ് ശരിക്ക് പഠിച്ചും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അത് എന്തൊരു ബിസിനസ് ചെയ്താലും നിങ്ങളുടെ കയ്യിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഹാർഡ്ലി യു ഗോ ഫോർ ഒരു മാക്സിമം 40-50% കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒപ്പം എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും നിങ്ങളുടെ ഷോപ്പിലോ നിങ്ങളുടെ പ്രസ്ഥാനതകളോ നിങ്ങൾ ആദ്യം കൂട്ടേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കണം. നിങ്ങളുടെ സഹോദരങ്ങളെയോ ഭാര്യയോ കുഞ്ഞുങ്ങളെയോ ഒക്കെ ആയിരിക്കണം. നിങ്ങൾ അങ്ങനെയുള്ള ഒരു തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
വരും വരകളെക്കുറിച്ച് അറിയാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാകില്ല. കാരണം നിങ്ങൾ ജോലിക്കാരെ എടുത്താൽ അവർക്ക് കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കണം. അത് കുറച്ച് കൂടിയ ശമ്പളമായിരിക്കും, കുറച്ച് ശമ്പളത്തിന് ആളെ കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നാട്ടിൽ ബിസിനസ് ചെയ്യാം. പക്ഷേ വളരെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ നമുക്കതിന് ഒരു മുക്തി, നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇവിടെ വെച്ച് നമ്മൾ ലോൺ എടുക്കണമെങ്കിലൊക്കെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ബിസിനസ്സെങ്കിലും ചെയ്തേ പറ്റൂ, ചെയ്യാതെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ബ്രീത്തിങ് ടൈം നിങ്ങൾ കൊടുക്കണം. ഒരു 6 മാസമോ 1 വർഷമോ കംപ്ലീറ്റ് അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവൂ. അതുവരെയ്ക്കും അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു സർവേ നടത്തുക. സർവേ വന്ന് നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ പല സ്ഥാപനങ്ങളും ഒരു ബാങ്കുകാർ ലോൺ തരും. അവർക്ക് ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കണം. അവർ ലോൺ കൊടുക്കുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ ഈട് വെച്ചായിരിക്കും. അവസാനം നമ്മുടെ ബിസിനസ് സക്സസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഒരു വർഷം നമ്മുടെ കിടപ്പാടം വരെ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി കിട്ടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ബാങ്കിലിടുക. അറ്റ്ലീസ്റ്റ് ആ ബിസിനസ് തുടങ്ങുന്നവരെ ഇൻട്രസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരിക്കലും നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ കംപ്ലീറ്റ് മുടക്കരുത്. ഒരു 50% ലാഭം എന്നൊക്കെ ഒരു 6 മാസം കഴിഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ പുറത്തുള്ള ഒരു എംപ്ലോയിയെ ഓഫീസിലേക്ക് എടുക്കാവൂ. അതുവരയ്ക്കും വീട്ടിലുള്ളവരെ തന്നെ ഏകോപിച്ച് വീട്ടിലുള്ളവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥാപനത്തിനായിരിക്കണം നിങ്ങൾ ആദ്യം തുടക്കം കുറിക്കേണ്ടത്. എങ്കിൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, ഇല്ലെങ്കിൽ പ്രയാസപ്പെടും. ഇനി ഇത് സൗദി അറേബ്യയിൽ മാത്രമുള്ള പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലും ഇങ്ങനെയുള്ളൊരു റെഗുലേഷൻസ് മാറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഒപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ പ്രവാസി ജീവിതം കഴിഞ്ഞ് ബുദ്ധിമുട്ടി വീട്ടിൽ എത്തുന്ന അവരെ വന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, അവരെ ടെൻഷനില്ലാത്ത രീതിയിൽ അവരെ പരിചരിക്കാനും നാട്ടിലുള്ള കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കണം. അത് മക്കളായാലും അല്ലെങ്കിൽ അവർ വരും, എനിക്ക് അച്ഛനോട് എനിക്ക് ഇത് വേണം, എനിക്ക് അത് വേണം ഒക്കെ കഷ്ടപ്പെട്ട് ഉള്ള എന്തെങ്കിലും കയ്യിൽ ശേഷിക്കുന്ന ആ തുക അനാവശ്യമായിട്ട് ചിലവഴിക്കാനുള്ള ഒരു ഐഡിയാസും വീട്ടുകാരും അത് അവിടെ ജോലിയെല്ലാം മതിയാക്കി വരുന്നവരും ചേർന്ന് ചിന്തിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കഴിയുന്നതും സേഫാക്കുക. അത് കഴിഞ്ഞ് അതൊരു നോർമൽ ജീവിതമായി നയിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്തെങ്കിലും തുടക്കം കുറിക്കുക. ഒപ്പം എന്ത് തുടങ്ങിയാലും കുഞ്ഞുങ്ങളോടൊന്ന് ആലോചിക്കുക, അവരുടെ അഭിപ്രായം കൂടി എടുക്കുക. അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മതി, നിങ്ങൾ പ്രവാസിയുടെ വഴി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്. അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം നിങ്ങൾ മാത്രം ഇൻഡിപെൻഡൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. യു ബെറ്റർ ഉള്ള ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ തിരിച്ച് നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്ത് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇതാണ് മാത്രം. ഒരിക്കൽ കൂടി പറയുന്നു, വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാനും പോകരുത്. അതിനുവേണ്ടി മാക്സിമം നിങ്ങൾ എത്ര കണ്ട് ഗാഢമായി അതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ പഠിച്ച് ചെയ്യുമ്പോൾ അത്രയും നിങ്ങളുടെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ നിങ്ങളോടൊപ്പം ആരും ഉണ്ടാകില്ല ഒരിക്കലും. ഈവൻ കുടുംബം തന്നെ, കുഞ്ഞുങ്ങൾ, ഭാര്യയും ഒപ്പം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളെ പുറത്തുനിന്ന് ഇഷ്ടത്തിന് ക്യാഷ് അയച്ചാൽ ഇഷ്ടമായ ജീവിതം, ലാവിഷ് ലൈഫായിരിക്കും. നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് ചെറിയ തടസ്സങ്ങളുണ്ടാകും. അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടായിരിക്കണം ഒരു പ്രവാസി നാട്ടിലെത്തി ഇവിടെ ഉള്ളൊരു ബിസിനസ് തുടങ്ങേണ്ടത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇങ്ങനെയുള്ളൊരു ഗൈഡൻസൊക്കെ എന്തെങ്കിലും അറിയണമെന്നെങ്കിൽ ഞങ്ങളെ സമീപിച്ച് ഞങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് യാതൊരു പ്രതിഫലമില്ലാതെ ഞങ്ങളെക്കുറിച്ച് അറിയുന്ന, ഞങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, പ്രവാസികളോട് വീണ്ടും പറയുന്നു, സൗദി അറേബ്യയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും പല രാജ്യങ്ങളിലും ഉണ്ടായേക്കാം. അതെപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.